ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശ രാജ്യങ്ങളിലേക്ക് പല ഉച്ചകോടിയിലും പങ്കെടുക്കാൻ പോകുന്നുണ്ട്. ഇപ്പോൾ G7 ആയിക്കോട്ടെ, G20 ആയിക്കോട്ടെ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ കൂടിയാണ് പോകുന്നത്. അങ്ങനെ പോകുന്നതിന് തൊട്ട് മുമ്പ് അസിം മുനീർ എന്ന് പറയുന്ന പാക് സൈന്യാധിപൻ പറയുന്നു, കശ്മീരിൽ നടത്തുന്നത് സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ്, സ്വാതന്ത്ര്യ സമരമാണ്, ഞങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യും. അപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക രാജ്യങ്ങളുടെ മുമ്പിൽ ഒരു വലിയ ഫിഗറായിട്ട് മാറുന്നു. അതിന് പ്രതിസന്ധി സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണോ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഈ നിലപാട്? അല്ല, അങ്ങനെ ഒരു പാറ്റേൺ ഇന്ത്യ അംഗീകരിച്ചതായിട്ട് തോന്നുന്നില്ല. പക്ഷേ വേറൊരു പാറ്റേൺ ഇന്ത്യ അംഗീകരിച്ചതായിട്ട് തോന്നുന്നുമുണ്ട്. കാരണം ആസിം മുനീർ എപ്പോഴാണോ ഒരു അല്പം ചൂടായിട്ട് സംസാരിക്കുന്നത്, അതിനെ തുടർന്ന് ഒരു ഭീകരാക്രമണം ഇന്ത്യയിലുണ്ടാവും. അതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ്, അല്ലെങ്കിൽ അതിനൊരു പ്രോത്സാഹനമാണ് ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം എന്ന ഒരു രീതി. അതായത് പഹൽഗാമിന് മുമ്പും അങ്ങനെ ഇങ്ങനെ ഒരു പ്രസംഗം നടത്തിയിരുന്നു. ഹിന്ദു പിന്നെ മുസ്ലിം, അത് രണ്ട് സിവിലൈസേഷനാണ്, ഒരിക്കലും യോജിച്ചു പോകില്ല, വ്യത്യസ്തമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് പാകിസ്ഥാന് എത്രയും 1000-15 വർഷത്തിൻ്റെ പാരമ്പര്യമുണ്ട്. കഴുത്തിലെ ധമനിയാണ് കാശ്മീരി. ഈ സാധനം ഉണ്ടായത് തന്നെ 1947 പാകിസ്ഥാൻ. പക്ഷേ പുള്ളി പറയുന്നു അതിന് സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുണ്ടെന്നൊക്കെ പറഞ്ഞ് നറ്റുവിട്ടു. അതിന് ശേഷമാണ് പഹൽഗാം ഉണ്ടായത്. ഏതായാലും ഇത്തവണ അദ്ദേഹം പറഞ്ഞതിന് മുമ്പ്, അല്ലെങ്കിൽ പറഞ്ഞ ദിവസം തന്നെ ഒരു കൃത്യം അതിൻ്റെ സമയം എനിക്ക് മാച്ച് ചെയ്യാൻ പറ്റിയില്ല. നമ്മളുടെ INS വിക്രാന്ത് കുറച്ചുകൂടെ വടക്കോട്ട് മാറി കറാച്ചിയുടെ 260 കിലോമീറ്റർ അകലെയായിട്ട് കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ട്. 263 എന്ന് കൃത്യമായിട്ട് റിപ്പോർട്ടൊക്കെ വന്നു. ഈ 3 കിലോമീറ്ററൊക്കെ എങ്ങനെയെന്ന് എനിക്കറിയില്ല, ഒരു പക്ഷേ മിലിറ്ററിയിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷനായിരിക്കും. എനിവേ വളരെ അടുത്താണ് പോയി നിൽക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ ഡയറക്റ്റ് ഒരു ആക്ഷൻ നേവിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നില്ല. അത് ബൈ ആൻഡ് ലാർജ് എയർഫോഴ്സിൻ്റെ ഓപ്പറേഷനായിരുന്നു. അതവരുടെ ബ്രീഫിങ്ങിലും എയർഫോഴ്സ് മേധാവിയാണ് ഏറ്റവും അധികം സംസാരിച്ചത്. ഏറ്റവും കുറവ് സംസാരിച്ചത് നേവിയുടെ ആളുമായിരുന്നു. ബട്ട് ഏറ്റവും കുറവായിരുന്നെങ്കിലും ഏറ്റവും സ്ട്രോങ് മെസ്സേജ് നേവിയുടെ ആയിരുന്നു. കാരണം ഞങ്ങൾ ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഒരു 50 വർഷത്തേക്ക് എണീക്കാനേ പറ്റില്ല, ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല ഇതുവരെ രംഗത്ത്, ഇവർ രണ്ടുപേരുമാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ തന്നെ എയർഫോഴ്സാണ്, കരസേന കാര്യമായിട്ട് ഇവരൊക്കെ സപ്പോർട്ടിങ് റോളായിരുന്നില്ല. കരസേനയും നാവികസേനയും സപ്പോർട്ടിങ് റോളിൽ നിന്നേ ഉള്ളൂ. വ്യോമസേന മാത്രമാണ് ഡയറക്റ്റ് ആക്ഷൻ നടത്തിയത്. അപ്പോൾ ബാക്കി രണ്ടുപേരും കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ സ്ഥിതി എന്താവും? ഇപ്പോൾ പച്ചയ്ക്ക് പറഞ്ഞിരിക്കുകയാണ്, കറാച്ചിയാണ് ഞങ്ങളുടെ അടുത്ത ടാർഗറ്റ്. ഇഫ് യു മേക്ക് എ മൂവ്, അനങ്ങിയാൽ ഞങ്ങൾ കറാച്ചി ഭസ്മമാക്കി കളയും. പിടിച്ചെടുത്ത് സ്വന്തമായിട്ട് കറാച്ചി പോർട്ട് നടത്താൻ നമുക്കതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഇഷ്ടം പോലെ പോർട്ട് പറയുന്നുണ്ട്. ഇനി ഇത് കറാച്ചി പോർട്ട് ഇല്ലാതെയാക്കുക. കറാച്ചിയാണ് മെയിൻ, ഇവരുടെ പാകിസ്ഥാൻ്റെ പോർട്ട് എന്ന് പറയുന്നത് കറാച്ചിയാണ്. പിന്നെ വേറെ 1-2 ചെറുതൊക്കെ ഉള്ളൂ, ഗ്വദർ പോർട്ടൊക്കെ ഉണ്ട്. ബട്ട് അതൊന്നും പോരാ. പാകിസ്ഥാൻ്റെ 60-70% ബിസിനസ് നടക്കുന്നത് കറാച്ചി പോർട്ട് വഴിക്കാണ്. ഈ കറാച്ചി ഒരു 2 സെക്കൻഡിനകം കറാച്ചി, അവരുടെ ഓയിൽ ഇൻസ്റ്റലേഷൻ, അവരുടെ പോർട്ട്, ഇതെല്ലാം തകർക്കാനായിട്ട് 2 സെക്കൻഡ് മതി നമുക്ക്. അത്രയധികം ആയുധങ്ങളും ഈ INS വിക്രാന്ത് ഒറ്റയ്ക്കല്ലല്ലോ, അതിനെ അകമ്പടി സേവിക്കുന്ന ഒരുപാട് പടക്കപ്പലുകൾ വേറെയുണ്ട്. അപ്പോൾ അതൊരു വലിയ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അതിനെ പിടിച്ചു നിർത്താനുള്ള ഒരു സംവിധാനവും പാകിസ്ഥാൻ്റെ കയ്യിലില്ല. പാകിസ്ഥാൻ നേവി നമ്മളുമായിട്ട് താരതമ്യം ചെയ്താൽ വലിയ സാധനമൊന്നുമല്ല. പണ്ടവർ സ്ട്രോങ് ആയിരുന്നു കേട്ടോ. 65 യുദ്ധത്തിൽ അവർ നമ്മളുടെ ദ്വാരക പോർട്ട് സീരിയസ് ആയിട്ട് ആക്രമിച്ചിരുന്നു. INS ഖുക്രി എന്ന കപ്പൽ അവർ മുക്കിയിരുന്നു. അങ്ങനെയൊക്കെ പ്രബലന്മാരായിരുന്നു ഒരു കാലത്ത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ നമുക്കാണ് അപ്പർ ഹാൻഡ്.
അത് ഈ വൈസ് അഡ്മിറൽ AN പ്രമോദ്, ആ 3 പേരിരുന്ന് പത്രസമ്മേളനം നടത്തിയില്ലേ, അതിൽ വലിയ കാട്ടാളിനെ പോലെ കാർക്കോടകനെ പോലെയൊക്കെ അദ്ദേഹം മലയാളിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റവും സൈസുള്ള മനുഷ്യൻ നേവി വൈസ് അഡ്മിറലായിരുന്നു AN പ്രമോദ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനിയിപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇടപെട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം, ഞാനത് പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ദിസ് ഈസ് ലൈക്ലി സിനോറിയോ ഇങ്ങനെയാണ്. പാകിസ്ഥാൻ എന്തെങ്കിലും ചെയ്യും, അസീം മുനറിൻ്റെ ഈ പ്രസംഗത്തെ തുടർന്ന് ചെയ്താൽ അത് വിനാശകരമായ ഒരു ആക്ഷനായിരിക്കും. അതിനുള്ള ഒരു അവിവേകം പാകിസ്ഥാൻ, പക്ഷേ പാകിസ്ഥാനിനോട് വിവേകം അവിവേകം ഈ വാക്കുകളിലൊന്നും അർത്ഥം അവർക്കറിയില്ല. അവർ രണ്ടും കൽപ്പിച്ച് ഒരു ആത്മഹത്യാ സ്ക്വാഡായിട്ട് നിൽക്കുകയാണ് ലോകത്ത്. അവരെ ചൈനയ്ക്കും ആവശ്യമുണ്ട്, അമേരിക്കയ്ക്കും ആവശ്യമുണ്ട്, അതുകൊണ്ട് അവർ നിലനിൽക്കുന്നു. അല്ലെങ്കിൽ ഇതിനു മുമ്പേ ആ സാധനം ഇല്ലാതെ പോയേനെ. അഫ്ഗാനിസ്ഥാൻ പറയുന്നത് ഈ ഞങ്ങൾക്കും ഇന്ത്യക്കും ഒരേ അതിർത്തിയായിരുന്നു, ഇതാരെ ഇതിനിടയ്ക്ക് വന്ന് ശല്യം ചെയ്യുന്നത് എന്നാണ് അഫ്ഗാനിസ്ഥാൻ്റെ നിലപാട്. സത്യമാണല്ലോ. 47-ൽ വിഭജനം നടക്കുന്നതുവരെ ഭാരതത്തിൻ്റെ അതിർത്തി എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാനാണ്, പിന്നീട് ഉണ്ടായതാണ് പാകിസ്ഥാൻ. അപ്പോൾ അഫ്ഗാനിസ്ഥാൻ ഈ ഒറിജിനൽ ഇതാണ്, ആ മെസ്സേജ് അതാണ്. ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു, ഖൈബർ പഖ്തൂൺഖ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു, സിന്ധ് സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു. ബാക്കി നിൽക്കുന്നത് പാകിസ്ഥാനിലെ പഞ്ചാബാണ്. പാകിസ്ഥാനിലെ പഞ്ചാബുകളാണ് ഏറ്റവും വലിയ കുഴപ്പക്കാർ, പഞ്ചാബി മുസ്ലിംസ്. അവരാണ് ഈ ഭരണവും പട്ടാളവും സംഗതിയൊക്കെ ആ ഒരു ഗ്രൂപ്പിൻ്റെ കയ്യിലാണ്. അപ്പോൾ അഫ്ഗാനിസ്ഥാൻ്റെ മെസ്സേജും അതാണ്, ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ അതിർത്തി ഒന്നാകുന്ന ഒരു സ്ഥിതി വരും. കുറച്ച് ഭാരതം എടുക്കും, കുറച്ച് അഫ്ഗാനിസ്ഥാനും എടുക്കും, പാകിസ്ഥാൻ ഇല്ലാതെയാകും. ഈ ഒരവസ്ഥ, അതിൻ്റെ അടയാളമാണ് അവർ കാണിച്ചത്. TTP കഴിഞ്ഞ ദിവസം ആക്രമിച്ചില്ലേ പാകിസ്ഥാൻ പട്ടാളത്തിലെ 16 പട്ടാളക്കാരെ കൊന്നു. ദേ ആർ പവർഫുൾ, BLA ഈസ് പവർഫുൾ. അപ്പോൾ ഈ അവസ്ഥയിൽ പാകിസ്ഥാന് ശ്രദ്ധ തിരിക്കാനും അവരുടെ ആൾക്കാരെ കൺസോളിഡേറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഒരു അക്രമം ആവശ്യമുണ്ട്. അത് ഏറ്റവും എളുപ്പം ചെയ്യാവുന്നത് ഇന്ത്യയിലാണ്. ഒരു ഭീകരാക്രമണം വളരെ എളുപ്പമല്ലേ. ആത്മഹത്യാ സ്ക്വാഡ് മുൻപിൻ നോക്കാത്ത കുറച്ച് ആൾക്കാർ, 2-3 പേര് മതി, ഓർക്കാപ്പുറത്ത് കയറി എവിടെയെങ്കിലും പൊട്ടിക്കുക, ആൾക്കാർ മരിക്കും. ഭീകരാക്രമണമായി അവർ സക്സസ്ഫുള്ളായി, ലക്ഷ്യം പൂർത്തീകരിച്ചു. നമുക്കാണെങ്കിൽ ഇവർ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി ഇങ്ങനെ 24 മണിക്കൂർ എവിടെയെങ്കിലും നമ്മളൊന്ന് കണ്ണടഞ്ഞു പോയെങ്കിൽ ആ പഴുതിൽ ഇവരിത് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അവർ 100 അറ്റംപ്റ്റ് നടത്തിയാൽ ഒരെണ്ണം വിജയിച്ചാലും 100% വിജയമാണ്. നമ്മൾ 99 തടഞ്ഞു ഒരെണ്ണം വിട്ടുപോയി കഴിഞ്ഞാൽ 100% പരാജയമാണ്. ഇതാണ് ഈ ഭീകരപ്രവർത്തനത്തെ നേരിടുമ്പോൾ സെക്യൂരിറ്റിക്ക് വരുന്ന ഒരു പ്രയാസം. ഇതാണ് നാട്ടുകാരുടെ നോട്ടത്തിൽ സെക്യൂരിറ്റി, സുരക്ഷാ വീഴ്ച, ഇൻ്റലിജൻസ് വീഴ്ച എന്നൊക്കെ പറയും. സംഭവം 99 അറ്റംപ്റ്റും ഇവർ തടഞ്ഞിരുന്നു. അതിനുള്ള ക്രെഡിറ്റ് ആരും കൊടുക്കില്ല, അതാരും അറിയുന്നില്ല, കാരണം അത് നടന്നില്ലല്ലോ, ഇവർ തടഞ്ഞില്ല. അപ്പം നടന്നതിനെ ചൊല്ലി ഇവരെ വഴക്ക് പറയും. അവർ 99 പരാജയപ്പെട്ടു, ഒരെണ്ണം വിജയിച്ചു കഴിഞ്ഞാൽ കണ്ടില്ലേ അവൻ കയറി അടിച്ചില്ലേ, താൻ ഉറങ്ങികളൊക്കെ ആയിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഈ ഒരു പ്രശ്നം നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് ഇത്തവണ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ തീരുമാനിച്ചത്, ഇനി ഭീകരപ്രവർത്തനം നടത്തുകയാണെങ്കിൽ ഭീകരന്മാരല്ല അതിന് ഉത്തരവാദി, പാകിസ്ഥാൻ പട്ടാളമാണ്. അതുകൊണ്ട് പാകിസ്ഥാൻ പട്ടാളത്തെ ഞങ്ങൾ വകവരുത്തും. ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതിന് ശേഷം അല്ലെ ആ സമയത്ത് തന്നെ നമ്മൾ തീരുമാനമെടുത്തു പാകിസ്ഥാൻ പതാകയുള്ള കപ്പലുകളെ ഇന്ത്യൻ തുറമുഖത്തൊന്നും തന്നെ അടുപ്പിക്കുന്നില്ല. അതുപോലെ തന്നെ പാകിസ്ഥാൻ പതാക, അപ്പോൾ അവർ തിരിച്ച് ഇന്ത്യൻ പതാകയുള്ള കപ്പലുകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തി. ഇപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാൻ്റെ തുറമുഖങ്ങളിലൊന്നും മദർഷിപ്പുകൾ അടുക്കുന്നില്ല. സ്വാഭാവികമായിട്ടും ഫീഡർ ഷിപ്പുകൾ വരണം. അപ്പം എക്സ്പെൻസ് കൂടുന്നു, വരുന്ന കാലദൈർഘ്യം 30 മുതൽ 50 ദിവസം കൂടുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെയാണ് ഇന്ത്യ ഈ പറയുന്ന കറാച്ചിക്ക് നേരെ ആക്രമണം നടത്തുന്നുള്ള ഭയമുള്ളത്. അപ്പോൾ ഇന്ത്യ ഈ കറാച്ചി തുറമുഖത്തെ തകർത്ത് പാകിസ്ഥാനെ സാമ്പത്തികമായിട്ട് ഇല്ലാതാക്കും. അങ്ങനെ ഒരു നീക്കം ഉണ്ടോ? ഇപ്പോൾ സാമ്പത്തികമായിട്ട് ഇല്ലാതാക്കാനൊന്നും പറ്റില്ല ഉടനെ ഒന്നും.
ബട്ട് കറാച്ചി ആക്രമിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഈ വെറുതെ കിടന്ന INS വിക്രാന്ത് ചുമ്മാ ഒന്നും വടക്കോട്ട് മാറ്റിയിടേണ്ട കാര്യം എന്താ? അപ്പോൾ അത് കറാച്ചിക്കുള്ള സിഗ്നലാണ്. വി ആർ റെഡി. ആൻഡ് കഷ്ടിച്ച് 2 സെക്കൻഡാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അത്രയും മതി. അത്രയും മതി കറാച്ചിയെ തീർക്കാൻ. അതായത് INS വിക്രാന്തി എന്നുള്ള മിസൈലുകൾ, യുദ്ധവിമാനങ്ങൾ, മറ്റ് സന്നാഹങ്ങളൊക്കെ വിതിൻ 2 സെക്കൻഡ്സ് കറാച്ചിയിലെത്തും. 10-15 മിനിറ്റ് കൊണ്ട് കറാച്ചിയുടെ പണി കഴിയും. ഏതായാലും അറ്റാക്ക് ചെയ്യാൻ വേണ്ടത് 2 സെക്കൻഡാണ്. ഓപ്പറേഷൻ സിന്ദൂറിൽ അവർ പറഞ്ഞല്ലോ 1 സെക്കൻഡാണ് ഉണ്ടായിരുന്നത്, ഒരേ 1 സെക്കൻഡ്. കാരണം എല്ലാം റെഡിയാക്കി വെച്ച് ഗോ എന്നുള്ളൊരു ഉത്തരവിന് വേണ്ടി നിൽക്കുകയായിരുന്നു AN പ്രമോദ്. അതിനു മുമ്പ് ഈ സീസ് ഫയർ വന്ന് നിൽക്കുന്ന അടിക്കല്ലേ ചേട്ടാന്ന് 1 സെക്കൻഡ് തെറ്റിയിരുന്നെങ്കിൽ അന്ന് കറാച്ചി അടിച്ചാൽ 1 സെക്കൻഡ്. അതോടുകൂടി തുറവില്ലാതായി പോനെ. അത് നമ്മുടെ നേവി അന്ന് കുറച്ച് നിയന്ത്രണം പാലിച്ചതുകൊണ്ട് മാത്രം. നിയന്ത്രണം പാലിച്ചതൊന്നുമല്ല, ഓർഡേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അവർ സ്വയം നിയന്ത്രണമൊന്നും പാലിക്കുന്ന പ്രശ്നമില്ല. പട്ടാളക്കാരന് 2 കാര്യമേ ഉള്ളൂ: ഒന്നുകിൽ കൊല്ലുക, അല്ലെങ്കിൽ കൊല്ലാതെ വിടുക. അതിനിടയ്ക്ക് നിയന്ത്രണം എന്നൊക്കെ പറഞ്ഞ ഏർപ്പാടൊന്നുമില്ല. അപ്പോൾ എന്തായാലും കറാച്ചി തുറമുഖം കുറച്ച് ഭയന്നിരിക്കും എന്ന് തന്നെ മനസ്സിലാക്കാം അല്ലേ? യെസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.